ഇൻഡോറിൽ കുടിവെള്ളത്തിൽ രാസപദാർത്ഥങ്ങൾ കലർന്ന സംഭവത്തിൽ 3-അംഗ കമ്മീഷൻ ഉടൻ റിപ്പോർട്ട് നൽകും. നിലവിൽ 169 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ചികിത്സയിലുള്ളതിൽ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളും പെടുന്നു. ശ്യാമ സദാനന്ദന്റെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്യാമ, ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിൽ നിന്ന് അത്ര നല്ലതല്ലാത്ത വാർത്തകളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പിഞ്ചു കുഞ്ഞടക്കം ഈ കുടിവെള്ളം കുടിച്ച് മരണപ്പെട്ടിരുന്നു. ഈ രാസപദാർത്ഥങ്ങൾ കലർന്നത് എങ്ങനെയാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? 3-അംഗ കമ്മീഷൻ ഇന്ന് റിപ്പോർട്ട് നൽകുമല്ലേ? ഹരിപ്രിയ, ഒരു നവജാത ശിശു അടക്കം 6 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 13 പേരാണ് ഈ ഇൻഡോറിലെ മലിനജല ദുരന്തത്തിൽ മരിച്ചത്. 169 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് 3-അംഗ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത്. ഈ ഡ്രെയിനേജിൽ നിന്നുമുള്ള വെള്ളം കുടിവെള്ളത്തിൽ കലർന്നു എന്നൊരു നിഗമനത്തിലാണ് നിലവിലുള്ളത്. സംഭവത്തിൽ 2 മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക. ഇന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആശുപത്രിയിലുള്ളവരെ സന്ദർശിക്കുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങളെയും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഡ്രെയിനേജ് വെള്ളം ഈ കുടിവെള്ള പൈപ്പിലേക്ക് കലർന്നതാണ് കാരണം എന്ന് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിലുള്ള കണ്ടെത്തൽ. നർമ്മദ നദിയിൽ നിന്നുള്ള പൈപ്പ് ലൈനുകൾ വഴിയെടുക്കുന്ന വെള്ളമാണ് ഈ മലിനജല ദുരന്തത്തിന് കാരണമായിട്ടുള്ളത്. നിലവിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, മലിനജല സംസ്കരണത്തിലെ മികവിന് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് നഗരമായ ഇൻഡോറിനെ പ്രഖ്യാപിച്ചൊരു 4 മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിക്കുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുണ്ട്. എന്തായാലും ഇന്ന് 3-അംഗ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് സർക്കാർ കടക്കുക. ശ്യാമ, നിലവിൽ 169 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ആര്യ, 8 നവജാത ശിശുക്കളടക്കം ആണ് 169 പേർ ചികിത്സയിലുള്ളത്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടികളുടെ അടക്കമുള്ളവരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ മരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അധികൃതർ തള്ളിക്കളയുന്നില്ല. നിലവിൽ 13 പേരാണ് മരിച്ചിരിക്കുന്നത്. ഈ മലിനജലം കുടിച്ച് വയറിളക്കം അത്തരത്തിലുള്ള മറ്റ് അസുഖങ്ങൾ സംഭവിച്ചതിനെ തുടർന്നായിട്ടാണ് ഇപ്പോൾ ആളുകൾ ആശുപത്രിയിലുള്ളത്. ഇൻഡോർ നഗരത്തിലുള്ള ഭഗീരഥ്പൂരിലെ പൈപ്പിലൂടെ എത്തിയ കുടിവെള്ളമാണ് ഈ ഒരു ഉപയോഗിച്ചവർക്കാണ് ഈ ജീവഹാനി അടക്കമുള്ളത്. ആര്യ, ശരി. ശ്യാമ സദാനന്ദനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.